ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് അതേപോലെ സോയ ചങ്ക്സ് ഇവ രണ്ടും വെച്ചുകൊണ്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് കുതിർത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു. വെള്ളത്തിൽ അല്പം ഉപ്പും ചേർത്ത് നമ്മളത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് കുതിർന്ന് വരും. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളത് പിഴിഞ്ഞ് അതിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് മാറ്റിയെടുക്കണം. ചൂടെല്ലാം മാറിയിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. ചീനച്ചട്ടീനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആ ഓയിലിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ മറ്റു പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല, നേരിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അത്യാവശ്യം നന്നായിട്ട് കളർ മാറി വന്നാൽ നമുക്കത് കോരി മാറ്റും. അതേ ചട്ടി തന്നെ നമ്മൾ സോയ ചങ്ക്സും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു പകുതിയോളം വേവായി കഴിഞ്ഞാൽ നമുക്ക് സോയ ചങ്ക്സ് കോരി മാറ്റാവുന്നതാണ്. ശേഷം അതിനകത്തേക്ക് വീണ്ടും നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. അതിനകത്തേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു ലീവ്സ്, 4 ഏലക്ക, അല്പം ഗ്രാമ്പു, അല്പം ജീരകം, ഇത്രയും സാധനം നമ്മളതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മളതൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. ശേഷം 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂണോളം ചില്ലി പേസ്റ്റ്, പിന്നെ 1/4 ടീസ്പൂണോളം ജീരകം, അതേപോലെ മല്ലിപ്പൊടി, ഇവ രണ്ടും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ശേഷം നമ്മൾ ഒരല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കുക. ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത്യാവശ്യം തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അതേപോലെ സോയ ചങ്ക്സ് ഇവ രണ്ടും ചേർത്തോട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ഒരല്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഒരല്പസമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായി സെറ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയ ചങ്ക്സ് കറി തയ്യാറായി കഴിഞ്ഞു. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.